നമ്മളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഡിസോർഡർ ആണല്ലേ OCD എന്ന് പറയുന്നത്. സാധാരണ നമ്മളെ വൃത്തി കൂടുതലുള്ള ആളുകൾക്കാണ് OCD ഉണ്ട് എന്ന് പറയാറ്. പക്ഷെ ഒരിക്കലും വൃത്തി മാത്രമല്ല OCD എന്ന് പറയുന്നത്. OCD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ തോട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ആൻസൈറ്റി ഉണ്ടാക്കുകയാണ്. ആ ഒരു ആൻസൈറ്റി നമ്മളെ കമ്പൽ ചെയ്യാണ് ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഷെൽഫിലിരിക്കുന്ന കുറച്ച് ബുക്സ് അതൊക്കെ ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. അതൊന്നും കറക്റ്റ് ഓർഡറിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും. ഇങ്ങനൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയാണ്. ആ ഒരു ചിന്ത നമ്മളിൽ ഒരു ആൻസൈറ്റി ഉണ്ടാക്കുകയാണ്. ഈ ആൻസൈറ്റി കാരണം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ബുക്സ് ഒക്കെ കറക്റ്റ് ഓർഡറിൽ വെക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും ഈ ഒരു ബിഹേവിയർ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് OCD അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിനുള്ളൊരു റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിലും ഫംഗ്ഷൻസിലൊക്കെ ഉള്ള അബ്നോർമാലിറ്റീസ് കാരണം നമുക്ക് OCD ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലുള്ള ഇംബാലൻസ് കാരണമൊക്കെ OCD ഉണ്ടാവും. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് മെഡിക്കേഷൻ, അതേപോലെ തന്നെ തെറാപ്പി. ഇതിലൂടെയൊക്കെ നമുക്ക് OCD കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും.